സ്നേഹ മിസ്സാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇവിടെ അടുത്തെത്താറായിട്ടുണ്ട്. നമുക്ക് സൂപ്പർ ആക്കാനുള്ളതാണ് നമ്മുടെ ഹിന്ദി. ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണ്, ഏത് വരെ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിസ് പറയും ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്ന പാഠം വരെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ എക്സാമിനുണ്ട്. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന നമ്മുടെ ഫിലിമിനൊക്കെ കുറിച്ച് പറയുന്ന ഒരു പാഠമായിരുന്നു അല്ലെ. അപ്പൊ ആ പാഠം വരെ കൃത്യമായിട്ട് പഠിക്കണം. ഇനി ആ പാഠത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാ എന്ന് ചോദിച്ചാൽ മിസ് പറയും പോസ്റ്റർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമുക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ് എന്ത്, ഈ പോസ്റ്റർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ പോസ്റ്റർ വരുന്നത്? ഇതുവരെ മക്കൾ എഴുതിയ പോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വരാൻ പോകുന്നത്. നമ്മൾ ജല അമൂല്യ ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലേ, പ്രകൃതി ഹമാര വരദാൻ ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ പോലെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്നും വിട്ട് വേറൊരു രീതിയിലാണ് നമ്മൾ ഇവിടെ പോസ്റ്റർ തയ്യാറാക്കാൻ പോകുന്നത്. അതായത് ഇത് ഇതേ ഫോർമാറ്റിൽ തന്നെ പഠിക്കാൻ വേണ്ടി എൻ്റെ മക്കൾ നോക്കണം. ഞാൻ ചെറുതായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻ ആണ്, ഇത് തന്നെ ചിലപ്പോൾ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് ഇത് പഠിക്കാതെ എൻ്റെ മക്കൾ ഒരിക്കലും പോകാൻ പാടില്ല. ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ തന്നെ എടുത്ത് എഴുതാൻ പറ്റിയൊരു സാധനമാണ്. കുറച്ച് ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. കാണാപ്പാഠം പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മിസ് പറഞ്ഞു തരാം. നോക്കിക്കേ, ആപ്കെ സ്കൂൾ മേ, നിങ്ങളുടെ സ്കൂളിലുണ്ടല്ലോ ഹിന്ദി ക്ലബ്ബ്. നോക്കണേ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമ്മുടെ ആൻസറുകൾ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ സ്കൂളില് ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്ന നാമക് വെച്ചെന്നാണ് പേരുള്ള ഇറാനി ഫിലിമിന്റെ പ്രദർശൻ ഹോനെ വാല ഹേ, പ്രദർശനം നടക്കുന്നുണ്ട്. ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്ന നമ്മുടെ മൂവി ഉണ്ടല്ലോ, ആ മൂവി നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യാണ്, പ്രദർശിപ്പിക്കുകയാണ്. അപ്പൊ പ്രദർശിപ്പിക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ മിസ്സേ ആ പോസ്റ്റർ തയ്യാറാക്കാതെ? ഇങ്ങനെയാണ്. ഒന്നുമില്ല, മക്കൾ ആലോചിക്കുക. എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, പോസ്റ്ററിൽ എല്ലാവരെയും അറിയിക്കണം. എല്ലാവരോടും ഈ സ്കൂളിൽ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ഡേറ്റില് ഇന്ന ടൈമില് ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്ന ഫിലിം എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. ഒരു നോട്ടീസ് പോലെ നമ്മൾ ഇംഗ്ലീഷിൽ നോട്ടീസ് എഴുതത്തില്ലേ, അതേയൊക്കെ കണക്കെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എന്താ നടക്കുന്നത്? ഫിലിം പ്രദർശനമാണ്. അത് മക്കളിതേ വലിയ അക്ഷരത്തിൽ അങ്ങ് എഴുതി വെക്കുന്നു. ഏത് ഫിലിമിന്റെ ആണ് നടക്കുന്നത്? ജന്നത്ത് കെ ബച്ചയാണ്. അത് ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കുന്നു. എന്താണോ മെയിൻ തീം, എന്താണോ മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് അതാണ് ഏറ്റവും വലുതാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പോസ്റ്ററിൽ എഴുതണ്ട കേട്ടോ. പിന്നെന്താണ്, ഇത് മക്കൾ എക്സ്ട്രാ പഠിച്ചു വെക്കേണ്ട സാധനമാണ്. മാജിദ് മജീദിയാണ് എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജന്നത്ത് കെ ബച്ചെ ആരുടെ ഫിലിമാന്ന് പറഞ്ഞാൽ നമ്മൾ പറയും മാജിദ് മജീദിയുടെ ആണ്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് മാത്രം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കാണാതെ പഠിക്കാൻ വേണ്ടി നോക്കാം. മാജിദ് മജീദിയാണ് ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്ന ഫിലിമിന്റെ മൊത്തത്തിലുള്ള ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അല്ലെ. അത് കഴിഞ്ഞിട്ട് ഈ മൂന്നാൾക്കാരെ കണ്ടോ, ഇത് മക്കൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നോക്കിക്കേ, നമ്മള് ആദ്യം ഒരു എന്തെഴുതുന്നു, ഡേറ്റ് എഴുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് 24 ഡിസംബർ 2025 24 ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതി വെക്കാം. ഓക്കെ, എഴുതുന്ന സമയത്ത് ഹിന്ദിയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഡിസംബർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഹിന്ദിയിൽ എഴുതാൻ വേണ്ടി നോക്കുക. ജാനുവരി, പിന്നെ ജൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും എളുപ്പമായിട്ട് മക്കൾക്ക് ഏത് ഡേറ്റ് എഴുതാൻ പറ്റുന്നോ അത് എഴുതി വെക്കുക. പിന്നെ ടൈം നിങ്ങൾ എഴുതണം. ഒരിക്കലും രാത്രി എന്നൊന്നും എഴുതി വെക്കരുത്, രാവിലെ. സുബ മീൻസ് എന്താണ്, രാവിലെ 11 മണി, 12 മണി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബജെ ഉപയോഗിക്കുന്നത്. ഇതിവിടെ ഇപ്പൊ 11 ബജെ എന്നാണ് എഴുതിയിട്ടുള്ളത്, 11 മണി എന്നാണ് എഴുതിയിട്ടുള്ളത്. മക്കൾക്ക് വേണമെങ്കിൽ അത് 10 ബജെ ആക്കാം, 10 മണിയാക്കാം, വേണമെങ്കിൽ എന്താക്കാം, നമുക്ക് 12 ബജെ ആക്കാം. ഇഷ്ടമുള്ള പോലത്തെ ഒരു ടൈം നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, ഇഷ്ടമുള്ളൊരു ടൈം എഴുതി വെക്കുന്നു. പിന്നെ നിങ്ങൾ എഴുതേണ്ട സ്ഥലമാണ്. ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ പ്രദർശനം നടക്കാൻ പോകുന്നത്? ഏതൊരു സ്കൂളിൽ വെച്ചിട്ടായിരിക്കല്ലോ. മിസ് ഇവിടെ GUP സ്കൂൾ സൈലം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണമെങ്കിൽ മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതി വെക്കാം. അല്ലെങ്കിൽ എന്താണ്, പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു സ്കൂൾ ഉണ്ടാക്കാം. എന്ത് ചെയ്താ, പ്ലേസ് നിർബന്ധമാണ്. ഒരു പ്ലേസ് എഴുതി, ഡേറ്റ്, ടൈം, പ്ലേസ്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് എന്തിനാ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത്? സിനിമ കാണാൻ എല്ലാവരും വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് സ്വാഗതം ചെയ്യലല്ലേ. അപ്പൊ ഈ സ്വാഗതം ചെയ്യുന്ന പരിപാടിയാണ് ഇത്, സബ്കാ സ്വാഗത്. എല്ലാവർക്കും എന്താണ്, എല്ലാവർക്കും സ്വാഗതം എന്നുള്ളതാണ്. എല്ലാവർക്കും സ്വാഗതം എന്ന് നമ്മൾ എഴുതുന്നു. ഇതും കുറച്ച് വലുപ്പത്തിൽ അങ്ങ് എഴുതി വെക്കണം. എന്തിനോ സ്വാഗതം ചെയ്യാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഏറ്റവും ലാസ്റ്റ് മക്കൾ എന്ത് ചെയ്യുക, ഏത് ക്ലബിന്റെ നേതൃത്വത്തിലാണ്
ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ അത് മക്കൾക്ക് തന്നിട്ടില്ലേ? അപ്പൊ ഒന്നില്ലെങ്കിൽ ക്ലബിന്റെ പേര് ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലബിന്റെ പേര് തന്നിട്ടുണ്ടാവില്ല. തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതി വെക്കാം. അഥവാ തന്നിട്ടുണ്ടെങ്കിൽ ഏത് ക്ലബിന്റെ പേരാണോ ഉള്ളത് ആ ക്ലബിന്റെ പേര് എവിടെ എഴുതി വെക്കാം? ഈ ചോട്ടില്. ഈ ക്ലബ്ബാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സാധനം ഒട്ടിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ആ പോസ്റ്ററിന്റെ ക്ലബിന്റെ പേര് ലാസ്റ്റ് നമ്മൾ എൻഡിൽ എഴുതി കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ പോസ്റ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പോസ്റ്ററിന്റെ ഫോർമാറ്റ് പുതിയതാണ്, അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഇത് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷിലെ നോട്ടീസ് കണക്കെയുള്ള പോസ്റ്ററാണ്, ഹിന്ദിയിൽ മക്കൾ ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇത് തന്നെ വേണം എന്നില്ല, വേറെ എന്തിനെങ്കിലും സ്വാഗതം ചെയ്യാൻ പറയുകയാണെങ്കിലും മക്കള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതേണ്ടത്. എന്താണോ വിഷയം അത് ചക്ക വലുപ്പത്തിൽ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഡേറ്റ് എഴുതുക, ടൈം എഴുതുക, പ്ലേസ് എഴുതുക, എല്ലാവരെയും സ്വാഗതം ചെയ്യുക, ഒരു ക്ലബിന്റെ പേര് എഴുതുക. ഇതൊരു കോമൺ ആയിട്ടുള്ള ഫോർമാറ്റ് ആണ്. ഇത് നിർബന്ധമായിട്ട് എന്റെ മക്കൾ പഠിക്കണം. അപ്പൊ ഇനി പോസ്റ്റർ, ഇത് ഇങ്ങനെയുള്ള ഒരു പോസ്റ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിക്കില്ല എന്നാണ് മിസ് വിചാരിക്കുന്നത്. എന്തായാലും ക്രിസ്മസ് എക്സാമിന് പഠിച്ചിട്ട് പോകുക, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി കണ്ടാൽ നമുക്ക് സൂപ്പർ ആയിട്ട് ഇത് മനസ്സിലാവും. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.